ഹംദാനെ നമ്മൾ കുറെ കാലമായി ഒരു കാറ് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് സമ്മാനം കൊടുക്കണം പറയുന്നു. അതെ അല്ലേ? അതെ. എന്നൊരു കാറ് സമ്മാനം കൊടുത്താലോ? ചോദിക്കലുണ്ട് ആൾക്കാർ. കൊടുക്കല്ലേ? ഒരു അടിപൊളി കാർ തന്നെ നിങ്ങൾക്ക് സമ്മാനം തരാം. ഒരു പുതിയ മുതലൊക്കെ വന്നിട്ടുള്ള ഓടി ഏതാണ്? കിറ്റ് ചെയ്ത് കിഡിലെ ലുക്കില് ബ്ലൂ കളറില് ഫുൾ കിറ്റുള്ള വണ്ടിയാ. എത്ര മോഡലാണ്? 2015 മോഡല്. പുതിയ വന്ന സ്റ്റോക്കാണ്. അതുപോലെ നമ്മളെ ഫോർച്യൂണറുകള്, ഇന്നോവ ക്രിസ്റ്റകളൊക്കെ 10,000 ഓടിയത് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. എത്ര മോഡലാ? 22 മോഡല്. വെറും 17,000 ഓടി വണ്ടി. പുതിയ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് നല്ല മെച്ചാണ്. പിന്നെ ഈ ഒരു മുതലാണ് നിങ്ങള് ഇത് ഡെലിവറി കൊടുക്കാനായി റെഡി ആയി നിൽക്കണല്ലേ? ലാൻഡ് ക്രൂയിസർ ആണ്. അധികമല്ല, 2-3 ദിവസം കൊണ്ട് നമ്മളത് ഇത് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്ക് കൊടുക്കാമല്ലോ അല്ലേ? റെഡി ആയി നിൽക്കാണ്. അപ്പൊ ലാൻഡ് ക്രൂയിസർ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് അല്ലേ? ഒരു അടിപൊളി കാറ് ഞങ്ങൾ സമ്മാനം തരാൻ പോവാണ്. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ പറയാം അല്ലേ? ഏതുകൊണ്ട് കൊടുക്കും നമ്മള്? എന്റെ അഭിപ്രായത്തിലേ നമുക്കിപ്പോ കൂടുതൽ ആൾക്കാർ ചോദിച്ചു തരുന്ന വണ്ടി നമ്മളെ ഇന്നോവ കൊടുത്താൽ മതിയോ അതോ അത്ര കൊടുക്കണോ? എന്താ എന്റെ അഭിപ്രായം? ഇന്നോവയിലും കൊടുക്കണ്ടേ? പക്ഷെ നമ്മൾ കൊടുക്കുമ്പോ മോശമാക്കാൻ പറ്റില്ല. ഒരിക്കലും. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാവണം. ഇന്ന ഒരിക്കലും മോശമില്ലാത്തൊരു ബ്രാൻഡിന്റെ വണ്ടി ആവണം. തീർച്ചയായും വേണ്ടേ? അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും അല്ലേ? ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യും അല്ലേ? ഇന്ന് വേറെ സംഭവമാണ് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ലോകത്ത് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിലൊരു ഫുഡാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അടുത്തത് അതൊക്കെ സൺഡേ വീഡിയോ ആണ്. രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നല്ല മഴയാണ്. ഇന്ന് നമ്മുടെ ഷോറൂം ക്ലോസ് ആണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കണം. എനിക്കറിയില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. മോനറിയാം. മോനാണ് ഇപ്പൊ കൊടുക്കുന്നത്. അതായത് നിങ്ങൾ കഴിച്ചതില് ലോകത്തില് അല്ലേ ജനിച്ചിട്ട് നിങ്ങൾ കഴിച്ചതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഇന്ന് 2 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് കാറാണ് സമ്മാനം വേണ്ടത് അത് കമന്റ് ചെയ്യണം. ഏത് ബ്രാൻഡാന്ന് കമന്റ് ചെയ്താൽ മതി. ആയിക്കോട്ടെ. മാരുതി വേണോ, ഹുണ്ടായി വേണോ, ടൊയോട്ടോ വേണോ, കിയ വേണോ, ഓഡി വേണോ, ബെൻസ് വേണോ, BMW വേണോ? അല്ല, കമന്റ് ചെയ്യട്ടെ. നമ്മളെ ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. ചിലപ്പോ നിങ്ങൾ കമന്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആവേശം കൂടിയാലോ. എന്തായാലും നിങ്ങൾക്കൊരു കിടിലൻ കാറ് സമ്മാനമായി തരാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കൊടുക്കുള്ളൂ. അത് എന്ന് പറയുന്ന ഇപ്പൊ നാളൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ വെറുതെ പറയാറില്ല, എന്തായാലും തരുന്നു. അപ്പൊ ആ വാക്ക് ഞങ്ങൾ പാലിക്കാൻ പോവാണ് അല്ലേ? ആ വാക്ക് പാലിക്കണത് എങ്ങനെയെന്നും നിങ്ങൾക്ക് ഏതാ വണ്ടി തരുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ വിജയം തെരഞ്ഞെടുക്കണമെന്നൊക്കെ അടുത്ത വീഡിയോസുമായിട്ട് വരും. ഇനി അധികം 1 മാസം 2 മാസം 3 മാസം എന്നൊന്നും പറയുന്നില്ല. ഒരു 15 ദിവസത്തിന്റെ ഉള്ളില് ആ കാർ നിങ്ങൾക്ക് തന്നിരിക്കും അല്ലേ? തന്നിരിക്കും. എത്രയും പെട്ടെന്ന് തന്നിരിക്കും. അതായത് നിങ്ങൾ ഞെട്ടിച്ചിട്ട് തന്നെ തന്നിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഗസ് ചെയ്യും, കമന്റ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നൊന്ന് കമന്റ് ചെയ്യും. ഒരാൾക്ക് ഒരു കാറ് തരും. അതിന് നിങ്ങൾ 100 രൂപ ചെലവാക്കണ്ട അല്ലേ? നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ട. അതേപോലെ നിങ്ങളെ സ്നേഹവും സന്തോഷം വേണം അല്ലേ? പിന്നെ നമ്മൾ കൊടുക്കണ ആർക്കാണ്? നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാരുണ്ട്. ഓൽക്കൊക്കെ പങ്കെടുക്കാം. ഇനി പുതിയ ആൾക്കാർക്കും പങ്കെടുക്കാം. ഇപ്പൊ ആദ്യം അറിയിക്കണ ആളോടാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിടിലൻ കാറ് സമ്മാനമായി. കുറെ ആൾക്കാര് കമ്പനിയുടെ വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ട്, വണ്ടി വാങ്ങണം എന്നില്ല പൂതിണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ വാങ്ങാൻ കഴിയൂല. അങ്ങനത്തെ ഒരാൾക്കാരും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തത് അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയലേ. എന്തായാലും ഒരു വണ്ടി എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ സാധനം അവിടെ ഉണ്ട്. ഇതാണ് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ടുള്ളൂ, ലോകത്തില് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ്. ഇല്ല മോനോ? നമുക്കില്ലേ എല്ലാവർക്കും ഇല്ല ഉണ്ട്. ഇതേ അതെന്താ സംഭവം ചോദിച്ചാല് ഞാൻ കാണിച്ചുതരാം. ഏതായാലും ആ ഡോർ അടച്ചല്ലോ, നല്ല മഴയാണ്. അത് സാറല്ലേ വ്ളോഗല്ലേ, ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു. അതായത് ഞാൻ കുറച്ച് രാജ്യത്തൊക്കെ പോയിക്കണ്, ഒരുപാട് ഫുഡ് കഴിച്ചിരുന്നു. അതായത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വണ്ടി എടുത്ത് നോക്കുന്നുണ്ട്. ഫുഡിന്റെ മാസ്റ്ററാണ് അത് അബ്ദാന് അല്ലേ? മോന് ഇങ്ങനെയുള്ള നാട്ടിൽ കാര്യമല്ല, മോനും നല്ല അടിപൊളി തീറ്റക്കാരനാണ്. ഞങ്ങളെ വീട്ടില് ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാരാ? ഞാനാണ്. കാരണം ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ എന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇടക്കിടക്ക് കഴിക്കും അല്ലേ? അപ്പൊ പൊട്ടിച്ചല്ലേ? അതിനായിട്ടില്ല. ഇതാണ് പൊതിച്ചോറ് അല്ലേ? ഇതാണ് ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പൊ തന്നെ എന്റെ തൊള്ളയിൽ ഒരു കൊട വള്ളം ഞാൻ ഇറക്കിയാളുണ്ട്. അപ്പൊ അതെന്ത് സംഭവം ചോദിച്ചാലേ ഇത് ഇങ്ങനെ വ്ളോഗ് എടുത്തപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ എയിൽ പോയാലും ലോങ് പോയി വരുമ്പോ ഉമ്മാനോട് വിളിച്ചു പറയും ഉമ്മ നമ്മളെ ഫുഡ് റെഡി ആയിക്കോളി, പൊതിച്ചോറ് റെഡി ആയിക്കോളി എന്ന് പറയുമ്പോൾ ലോങ് പോയി വരുമ്പോഴത്തേനും ഉമ്മ പൊതിഞ്ഞു വെക്കും. ഇതിൽ എന്തൊക്കെ സാധനം ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഞങ്ങള് പിന്നെ ചെറുപ്പത്തിൽ സ്കൂൾക്ക് പോകുമ്പോൾ ഫുള്ള് കൊണ്ടുപോകുന്ന സാധനമാണ് അല്ലേ പൊതിച്ചോറ്. വാഴന്റെ ഇലയിൽ പൊതിഞ്ഞ് ഇതേപോലെ വാട്ടി പൊതിയണം. ഈ പ്ലാസ്റ്റിക് കവറിൽ പൊതിയും, പക്ഷെ അത് നമുക്ക് അത്ര ഇഷ്ടമല്ല. വാഴന്റെ ഇലയിൽ ഇങ്ങനെ അടുപ്പിന്റെ മേലെ വെച്ച് വാട്ടിയിട്ട് ഇത് പൊതിയണം, പൊതിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. കാണാൻ താല്പര്യമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്തോളി അല്ലേ, കാണാൻ താല്പര്യമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്തോളി. അപ്പൊ ഇതിങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ ഈ മഴക്കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു പൊട്ടിക്കല്. ആ അനുഭവം അല്ലേ, വല്ലാത്തൊരു ഫീലാണ്. അതേപോലെ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും, നല്ല ചെറുപയറും ചോറൊക്കെ കിട്ടും. അപ്പൊ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിനൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അടിയിൽ എന്ത് ചെയ്യും, ചോറ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി +1 +2 എത്തുമ്പോ ഇത് ഫുഡിന്റെ ഈ സ്മെല്ല് അടിച്ച് കയറാണ്. അപ്പൊ ഈ +1 +2 നമുക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടൂല. അപ്പൊ ഇതേമാതിരി പൊതിച്ചോറ് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ ഈ വട്ടപാത്രത്തിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അടപ്പെടുത്തിട്ടുണ്ട്. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ കൂട്ടാനും കൊടുക്കും അല്ലേ, എല്ലാം പാടെ ഒരു കൂട്ടിയിട്ടൊക്കെ ഒരു വെയ്. അപ്പൊ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കണേ. ഇത് ഭക്ഷണം കഴിച്ചിട്ട് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ കുറേ പുറകിക്കണം പോകും. ഇപ്പൊ ഈ മണം കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ഓൾറെഡി വേക്കൊക്കെ പോയി അല്ലേ. അതേപോലെ ഉമ്മാന്റെ സ്നേഹം അല്ലേ, അതെ. ഇപ്പത്തെ സമയത്തും നമുക്കിത് തയ്യാറാക്കി തരാറുന്ന ചെറിയ കളിയല്ല. വാഴന്റെ ഇല വെട്ടി വാട്ടി ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളുണ്ട്, അതും കാണിക്കാം അല്ലേ. അപ്പൊ ഇതാണ് എനിക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ് ചെയ്യുക. എന്താണ് ചിലപ്പോൾ മധൂത്തും പൊതിച്ചോറാണ് അല്ലേ. ഞങ്ങൾ ഇടയ്ക്ക് മരം കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടോ, ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല. ഇന്ന് നോർമലി സൺഡേ ആകുമ്പോ ഞങ്ങൾക്ക് ഈ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് വീഡിയോയിലാണ് പരിചയപ്പെടുത്തായിരുന്നു അല്ലേ. കുറെ ദിവസമായി ഇത് കിട്ടിയിട്ട്. എൻ്റെ ഒരു മാസത്തിലൊരു 5ഓ 6ഓ പ്രാവശ്യമെങ്കിലും പൊതിച്ചോറ് ഉണ്ടാക്കും. ചിലപ്പോൾ ഏതെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അതിനായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊന്ന് കാണിക്കാം. ഓ, ഇതിൻ്റെ മണം കണ്ടങ്ങള്. അതായത് ഇതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇതിലേറെ ഇതിലൊന്നും ഇടാൻ പറ്റില്ല, ഇതിലേറെ ഒന്നും ഇടാൻ പറ്റില്ല. അതായത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയിരുന്ന സാധനം മാത്രമേ ഉമ്മ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിലിട്ടിട്ടുള്ളൂ. അല്ലാത്ത ഇപ്പത്തെ നമ്മുടെ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് പാക്ക് ആക്കും. ഇത് പിന്നെ ബീഫാണ്, ബോട്ടിയാണ്. ഇതിലുള്ള സാധനങ്ങളൊന്ന് കാണിക്കാം. അതായത് മുട്ട പൊരിച്ചത്, ഓംപ്ലേറ്റ് അല്ലേ, ആംപ്ലേറ്റ് ഓംപ്ലേറ്റ് എന്നൊക്കെ പറയും. കുറെ നേരം. ഇത് പപ്പടം പൊരിച്ചത് അല്ലേ, ഇതിന്റെ പപ്പടത്തിന്റെ സ്മെല്ല്, ഓംപ്ലേറ്റിന്റെ സ്മെല്ല്. ഇത് ഞങ്ങളെ നാട്ടിൽ പറയല് തേങ്ങാ ചമ്മന്തി അല്ലേ, ചമ്മന്തി തേങ്ങാ ചമ്മന്തി. നിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അതേപോലെ ഇതൊരു കേങ്ങ് പൊരിച്ചതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തെ ചോറൊക്കെ ഉണ്ടല്ലോ, വേറെ ഇത് അച്ചാറ്, ഒരു പയറുപ്പേരി. ഇനി വേറെ സാധനമായിട്ടല്ലോ, അതാ ഇതാണ് സ്രാവ് ഉണക്കല്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഉണക്കമീൻ സ്രാവ് പൊരിച്ചത്. ഇതിലേക്ക് നമുക്ക് ബീഫോ മീനൊക്കെ ഇടാം, പക്ഷെ അപ്പൊ നമുക്ക് ആ ഫീൽ കിട്ടൂല. ഇത് നമ്മൾ സ്കൂൾ കൊണ്ടുപോകുന്ന സാധനമാണ്. അന്ന് ചിലപ്പോൾ ഇത്ര ഐറ്റംസ് ഇല്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും 1 2 എണ്ണം ഉണ്ടാവും അല്ലേ. തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്, ഓംപ്ലേറ്റ്. ഒരു നോക്കാം അല്ലേ. ആദ്യം എന്നിട്ട് എന്ത് ചെയ്യണം ചോദിച്ചാൽ ഈ കേങ്ങിന്റെ ഇവിടുന്ന് ലേസ് എടുക്കുക, എന്നിട്ട് ഈ പപ്പടം പൊരിച്ചെടുക്കുക, ഈ മുട്ട പൊരിച്ചുമ്പോ ഒരു പീസ് എടുക്കുക, ലേസം തേങ്ങാ ചമ്മന്തി ഇടുക, ഈ പയറുപ്പേരി ഇടുക. നാളെ വയറുവേദന ഉണ്ടാവും ഈ എല്ലാരും ആരും പൂജയൊക്കെയല്ലേ കേട്ടോ. ഈ സ്രാവമീൻ്റെ പൊട്ട് വെക്കുക, എന്നിട്ട് ലേസം എടുത്തിട്ട് ലേസം ചോറും കൂട്ടിയിട്ട് ഒന്നൊരു പിടിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഉരുളാക്കുക. ആദ്യം എന്തായാലും കൊടുക്കുക, അല്ലെങ്കിൽ പൂജ ചിക്കന് കണ്ടോ. എങ്ങനെയുണ്ട് പറയേ, ഇത് എങ്ങനെയുണ്ട് പറയാറുണ്ടേ. ഇത് മകമായിട്ട് ഇതിന്റെ എല്ലാം കൊടുക്കാൻ വാക്കുകളില്ല. എന്നാ മോനൊരു ഉരുളയും കൊടുക്കട്ടെ. മോനോ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഞാനൊരു ഉരുള നിന്ന് കാണിച്ചു തരാം. ലേശം തേങ്ങ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ തേങ്ങാ ചമ്മന്തി കേട്ടോ. തേങ്ങാ ചമ്മന്തി, ഈ ഉണക്ക സ്രാവ് പൊരിച്ചത്. ഒരു മധുത്തും ഒരു മന്തി ബിരിയാണി നമുക്ക് കിട്ടൂല. ഇനി നമുക്ക്
നിങ്ങൾക്ക് പുതിയ കൂട്ടാൻ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് അല്ലേ? ഇത് നല്ല അടിപൊളി ബോട്ടി കേട്ടോ. പുറത്ത് നല്ല മഴ. ഇനി ഇതൊക്കെ കൂട്ടി കഴിക്കാം. ഇത് ഒരിക്കലും സാധനം കേട്ടോ. പുറത്തുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ക്യാമറമാൻ ഉണ്ട്, എല്ലാവർക്കും ഫുഡ് ഉണ്ട് അല്ലേ? ഇത് ഒരു പൊതിന്ന് തന്നെ 2-3 ആൾക്ക് കഴിക്കാം. കൊണ്ടിട്ടുണ്ട്. ഞാൻ അത്ര തോനെ കഴിക്കൂല. ശരിച്ചൊരു പൊതി സെപ്പറേറ്റ് വേണം. അനക്ക് ഒറ്റക്കാണല്ലേ? ഞാൻ ആർക്കും തരില്ല. ഓനൊരു പൊതി ഒറ്റക്കൊന്നും കേട്ടോ. ഞാൻ ഇത്ര ഇതിന്റെ പൗതി കഴിക്കുള്ളൂ. ഇത് അപ്പൊ നിങ്ങൾ ഇതുണ്ടാവും വണ്ടീന്റെ വീഡിയോ എടുത്തിട്ട് ഫോണില് ഇന്ന് സാധാ വ്ളോഗായി കൂട്ടിയാൽ നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. ഏത് കാറാ സമ്മാനം വേണ്ടതെന്നും കമന്റ് ചെയ്യും. അതാണ് ഇതിൽ മെയിൻ അല്ലേ? അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന അതെ മെയിൻ പോയിന്റ് ഇതിൽ അതാണ്. അപ്പൊ നമ്മള് ഈ ലോകത്ത് കഴിച്ചതിൽ ഏറ്റവും രുചിയുള്ളത് ഉമ്മ ഉണ്ടാക്കിയ പൊതിച്ചോറ് അല്ലേ? എവിടെ പോയാലും ഇതാണ് മിസ് ചെയ്യുക. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മള് ഇത് ഹെൽത്തി സംഭവം കേട്ടോ അല്ലെ? വേറെ ഒന്നും കേടോ മായാജാലോ ഒന്നും ഇതിലില്ല. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം അല്ലെ? അപ്പൊ വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പൊ നിങ്ങളോട് നമ്മൾ അറിയിച്ചത് അല്ലെ? നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ പടച്ചോനെ സ്തുതിക്കുന്നു അല്ലെ? അൽഹംദുലില്ലാ, ദൈവത്തോട് നന്ദി പറയുന്നു അല്ലെ? അപ്പൊ നമ്മളൊരു അടിപൊളി കാർ നിങ്ങൾക്ക് സമ്മാനമായി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റക്കല്ല, നമ്മളിപ്പോ ഒരു ടീമുമ്പാടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അത് ആരാ എന്താന്നൊക്കെ നിങ്ങൾ അറിയിക്കാം. അത് സർപ്രൈസ് ആണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീം, അവർക്കൊരു പ്രൊമോഷനാണ് അല്ലെ? പക്ഷെ വണ്ടി നിങ്ങൾ നെട്ടും അല്ലേ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും. അത് സർപ്രൈസ്. അധികം വൈകൂല കേട്ടോ, നിങ്ങളെ ലാഗ് അടിപ്പിക്കൂല, പെട്ടെന്ന് ഉണ്ടാവും. അപ്പൊ ഇതുവരെ ഈ വീഡിയോ കണ്ട ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ആരും വള്ളം ഇറക്കരുത്. വള്ളം തറ തോണിയാണ്, അതായത് ഞങ്ങളുടെ മലപ്പുറം അല്ലെ നാട് വിട്ടു അല്ലാതെ പോവാത്ത ആൾക്കാരാണ്. അന്താനാണ് കുറച്ചാലും ദുബായി പോയത്. ഞങ്ങള് വെള്ളത്തിന് വള്ളം, കയ്യിന് കജ്ജ് അല്ലേ? മുഞ്ചിന് മുഞ്ച്, കുഴിക്ക് കുജ്ജ്, പശുവിന് പജ്ജ്. അതായത് ഞങ്ങള് സ്റ്റാൻഡേർഡ് ആയല്ല പ്രശ്നം എന്താന്നോ? ഇവിടുന്ന് ഒരാൾ സ്റ്റാൻഡേർഡായി അപ്പൊ കുട്ടിയാലും ഓടുകയാണ്. നമ്മളല്ല കേട്ടോ, ഇതൊരു കഥയാണ്. അപ്പൊ കുട്ടിയാലും ഓടുകയാണ്. അപ്പൊ മലപ്പുറംകാര് സ്റ്റാൻഡേർഡ് ആയാലും പ്രശ്നം എന്താ വെച്ചാൽ അപ്പുറത്തെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കാണ്. അപ്പൊ ഇതിന്റെ ഉമ്മ എപ്പ കുട്ടീനോട് പറയണേ, മോനെ അതില് ഓടല്ലേ, അവിടെ കുഞ്ചുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് എന്തായി? അവിടെ പോയില്ലേ? നമ്മൾ എത്ര സ്റ്റാൻഡേർഡ് ആയാലും അവസാനം ഞങ്ങള് മോനെ അതില് ഓടല്ലേ, അവിടെ കുഴി ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ എന്താ പറയുന്നത്, അവിടെ അതിലെ മണ്ടല്ലേ, അവിടെ കുഞ്ചുണ്ട് അല്ലേ? അത് പറഞ്ഞ അയാൾ എന്താ കിട്ടി? കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് മോനെ അതില് ഓടല്ലേ, അവിടെ കുഞ്ചുണ്ട്. ഞങ്ങൾ എത്ര സ്റ്റാൻഡേർഡ് ആയാലും ഇടയിലേക്ക് കയറും അല്ലേ? നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ വെള്ളം എന്നാണ് എന്താ പറഞ്ഞത്? ഞാൻ കമന്റ് വരും, അതുകൊണ്ടാണ് ഞാൻ തിരുത്തി. കൊതി വിടരുത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.